ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം ഗായ്സ് ഇന്ന് നമ്മുടെ ഉത്രാടം ദിവസമാണ്. അപ്പം നമ്മൾ പാലക്കാട് ഉത്രാടം തിരുവോണം രണ്ടും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. ഉത്രാടം ചെറുതായിട്ടും തിരുവോണം വലുതായിട്ടും എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മിനി സദ്യയാണ് ഉത്രാടത്തിന്, തിരുവോണത്തിന് വലിയ സദ്യ ആയിരിക്കും. സോ ഗായ്സ് ഇന്ന് ഉത്രാടം ആയതുകൊണ്ട് ഇന്ന് എനിക്ക് ലേറ്റ് ആയി ഗൈസ്. ഇന്ന് ലേറ്റ് ആയി എണിക്കാൻ. അമ്മ അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ പോയി ഫ്രഷായി പൂവിടണം, അത്തം അതിടണം. അപ്പം ഗൈസ് അപ്പം നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, കുളിക്കാൻ പോകുന്ന മുമ്പ് അടുക്കളയിൽ എന്താണ് സംഭവം നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോൾ അത് അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അച്ഛൻ്റെ പാട്ടും കേട്ട് ജസ്റ്റ് ഒന്ന് സിറ്റ് ഔട്ട് പോയി നോക്കിയപ്പോൾ അമ്മമ്മയും അനിയനും കൂടെ പൂക്കളൊക്കെ പറക്കി വെക്കുക കേട്ടോ. ഗൈസ് അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പൂവിടണം. നീ പിന്നെയും ഷർട്ടയച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ചന്ദനമൊക്കെ ഇടാം. ഗൈസ് പിന്നെ ഗൈസ് ഇവിടെ അച്ഛൻ അച്ഛാ അമ്മനെ ഹെൽപ്പ് ചെയ്യണ്. ഗൈസ് അമ്മ രാവിലെ നേരത്തെ എണീറ്റു. അച്ഛനും ഇപ്പതാ അവയലിന് ഹെൽപ്പ് ചെയ്യണം ഗൈസ്, അവയൽ ഉണ്ടാക്കാനായിട്ട്. ഞങ്ങള് പൂവിടാൻ പോട്ടെ ഗൈസ്. അടുക്കള എങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇഡലി സാമ്പാറും ചമ്മന്തി ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ ചമ്മന്തിയാണ് കഴിക്കാം. ടേബിളൊന്നും ഇരിക്കാൻ വയ്യ ഗൈസ്. ഇങ്ങനെ എടുത്തിട്ട് ചമ്മന്തി ഇട്ടിട്ട് സൂപ്പർ. അയ്യോ ഡ്രസ്സിലായി ഗൈസ്. ഇനി പൂവിടാൻ വേണ്ടി പോവാണ്. കുറച്ച് ലേറ്റ് ആയി പോയി, 9 മണിയായി. മെല്ലെ അടിച്ചത് കൊണ്ടേ ഇനി എല്ലാം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് വേണം പൂവിടാൻ. പുതിയ മുണ്ട് എടുക്കണില്ലേ? ഞാൻ എടുക്കണം. അങ്ങനെ പൂവൊക്കെ സെറ്റാക്കി വെച്ച ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ പോയി നോക്കുകയാണ്. അപ്പോൾ അമ്മ അവിടെ തന്നെ ഉണ്ട്. അച്ഛൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഇരിക്കുക കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പൂവിട്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് ഏടത്തമ്മയും കൂടെ വന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഇട്ടത് ഫുള്ള് ഇട്ടത് ചെറിയൊരു അത്തമാണേ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പൂവൊക്കെ ഫുള്ള് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനിയും പൂക്കൾ ബാക്കിയുണ്ട്, ബാലൻസ് നമ്മൾ നാളെ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മൾ ഇലയൊക്കെ ഇട്ട് സദ്യ കഴിക്കാൻ വേണ്ടി തുടങ്ങിട്ടോ. ഇന്ന് ഉത്രാടം സ്പെഷ്യൽ ചെറിയൊരു സദ്യയാണ്. നാളെ തിരുവോണത്തിനാണ് കുറച്ചുകൂടെ വലുതായിട്ട് ഉണ്ടാവുക. അങ്ങനെ നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ടുള്ള സദ്യ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ആയിട്ട് കേട്ടോ. സദ്യയൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടാ? നല്ല പായസല്ലേ? ഞങ്ങൾക്ക് രണ്ടാൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഗൈസ്. നാളെയാണോ തിരുവോണം? നാളെ തിരുവോണത്തിന് കുറച്ചുകൂടെ വലിയ സദ്യ ആയിരിക്കും. അപ്പം സദ്യ കഴിച്ചാൽ കണ്ട, സദ്യ കഴിച്ചാൽ നമുക്ക് സുഖമായി ഒന്ന് കിടന്ന് ഉറങ്ങണം ഗൈസ്. അപ്പം നമുക്കിത് വൈകിട്ട് കാണാം കേട്ടോ. ടാറ്റാ ഗൈസ്. ഇപ്പം ഏകദേശം സമയം 5 മണിയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് അമ്മ ഇവിടെ തുണി തയ്ക്കുന്നു ഗൈസ്. ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയ ആൾക്കാരാണ്, ഇപ്പോഴും എണീറ്റിട്ടില്ല. കാണിച്ചു തരാം. ഭയങ്കര ഉറക്കത്തിലാണ് ഗൈസ്, എണീറ്റിട്ടില്ല. ഞാനും അമ്മയും മാത്രം ഉറങ്ങിയിട്ടില്ല ഗൈസ്. അമ്മ നാളെ എനിക്ക് ഇടാനുള്ള ഡ്രസ്സ്, തിരുവോണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഉത്രാട ദിവസമാണ് ഗൈസ് അടിക്കുന്നത്. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നാളെ ഫോട്ടോ എടുക്കണമെങ്കിൽ കുപ്പി വളയൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ച്. അങ്ങനെ ഞാനും അച്ഛനും അപ്പം തന്നെ വേഗം അടുത്തുള്ളൊരു കടയിലോട്ട് പോയി. എന്നിട്ട് കുപ്പിവളയൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ. ഇതാ നോക്കൂ, ഇതാണ് ഗൈസ് കുപ്പിവള. നാളേക്കുള്ള സംഭവം കൊണ്ട് ഇടയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്, അച്ഛനും അമ്മമ്മയും കൂടെ. അച്ഛന് ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് ബാക്കിയുള്ള ചിക്കൻ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം അതുണ്ട്, അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. തോല് വയ്ക്കും.
തിരുവോണത്തിന് വെക്കാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ തലേന്ന് തന്നെ കട്ട് ചെയ്ത് മുറിച്ച് വെക്കും കേട്ടോ. ഗൈസ്, ഇത് നാളേക്കുള്ള പാലടൻ്റെ പാല് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ. നാളെ രാവിലെ നമുക്ക് വീഡിയോ എടുക്കണം, റീൽസ് എടുക്കുന്ന പ്ലാനിങ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഇന്ന് ചെയ്താലാണ് ശരിയാവുള്ളൂ. അമ്മയ്ക്ക് ഹെൽപ്പ് വേണ്ടേ? സോ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ പാലിളക്കിക്കൊണ്ടിരിക്കണം. എന്തോ അടുപ്പിലാണ് ഗൈസ് നമ്മൾ ഇളക്കുന്നത്. കറക്റ്റായിട്ട് ഇളക്കണം, അടി പിടിക്കും. സോ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇളക്കിയില്ലെങ്കിലേ അടി പിടിക്കും ഗൈസ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കലെങ്ങാനും നമ്മൾ 1 മിനിറ്റ് മിസ്സാക്കിയത് അടി പിടിക്കുന്നതാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആകാശം എൻ്റെ അനിയനാണ് ഗൈസ് ഇളക്കുന്നത്. കാണിച്ചത് ഇതാണ് ഗൈസ് എൻ്റെ അനിയൻ. ഇതാണ് എൻ്റെ അനിയനാണ് ഗൈസ് ഇളക്കുന്നത്. ഇളക്കട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ഞാൻ വർക്ക് ഏരിയയിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ നാളെ തിരുവോണം ആയതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഏകദേശം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. ബിക്കോസ് നമുക്ക് നാളെ സമയം കിട്ടില്ല വീഡിയോ എടുക്കണം. കാരണം നമ്മൾ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ കുക്കിങ്ങിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്നിനും പറ്റുന്നതായിരിക്കില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇന്ന് കട്ടൊക്കെ ചെയ്ത് വെച്ചു. പായസം ഇന്ന് അമ്മ ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് നാളെ കുറച്ച് നേരത്തെ എണിച്ച് പൂവൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ഉത്രാടം വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു സദ്യയൊക്കെ വെച്ച് നമ്മൾ ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്ത് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിത് നാളെ തിരുവോണം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.